Hello friends, welcome back to my channel. ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള പാസ്ത എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കിടന്നാലോ. നമ്മളൊരു പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്യാസ് ഓൾറെഡി ഓൺ ആക്കി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 100 ഗ്രാം പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളം നന്നായി തിളച്ച് വരട്ടെ. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചോർന്ന്. ഇപ്പോൾ ഇത് 8 മിനിറ്റ് ആയിട്ടുണ്ട്. 8 മിനിറ്റിന് ശേഷം നമ്മളിത് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ തുടങ്ങും. അതുവരെ മാത്രം നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഇതിനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന് ശേഷം ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. സ്ട്രെയിൻ ചെയ്തിട്ട് ഇതൊന്നും മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സബോളൊക്കെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മിക്സഡ് വെജിറ്റബിൾസ് ആണ്. ഇതിലിപ്പോൾ എടുത്തേക്കുന്നത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, കോണ്, പിന്നെ ബീൻസ്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പുളിയും മധുരമൊക്കെ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.